എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ വിജിച്ച 2 സിനിമകളാണല്ലോ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും. ഈ 2 സിനിമകളുടെ 15 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ തന്നെ 16 ദിവസ ചിത്രത്തിൻ്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി കഴിഞ്ഞ 11-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആവേശം. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയും കേരള ബോക്സ് ഓഫീസിൽ 50 കോടിയും കടന്ന ആവേശം എന്ന സിനിമയുടെ 15-ാം ദിവസമായി ഇന്നലെയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 2,60,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ഇതോടെ 15 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 51 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 15 ദിവസം കൊണ്ട് 110 കോടിയിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 16 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെക്കാളും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ഇന്ന് കാണാൻ സാധിക്കുന്നത്. 15-ാം ദിവസം ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 1,32,00,000 രൂപയായിരുന്നെങ്കിൽ 16-ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 1,57,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 3 കോടിക്ക് മുകളിൽ രൂപ ചിത്രം ഗ്രോസ് കളക്ഷൻ നേടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആവേശം എന്ന സിനിമ 16 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 53 കോടി 54 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. സ്വാഭാവികമായും ഇന്നൊരു ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് മോർണിംഗ് ഷോകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഗംഭീരമുള്ള കളക്ഷനാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 15 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 110 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 16-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 115 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഈ ആഴ്ചയോട് കൂടി തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 60 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 120 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരടങ്ങുന്ന വലിയ താരനിരകളുടെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. 16 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രം 15-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 80 ലക്ഷത്തിന് മുകളിൽ രൂപയെന്ന് ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 15-ാം ദിവസം 42 ലക്ഷം രൂപയെന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ 16-ാം ദിവസമായി ഇന്ന് ചിത്രത്തിന് 45 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 16 ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 90 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 16 ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 33 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 16-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ 75 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. 16-ാം ദിവസമായി ഇന്ന് ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 2 കോടി 3 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാത്ത തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ആവേശത്തിനോടൊപ്പം തന്നെ മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷനുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്ത് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.